വെൽക്കം ബാക്ക് ടു ശിവദാസ് സ്പീക്കിംഗ്. അപ്പോ സ്കൂളൊക്കെ തുറക്കാറായി. അടുത്ത മാസം സ്കൂൾ തുറക്കുകയാണ്. സ്കൂൾ തുറക്കുമ്പോൾ മാതാപിതാക്കൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കുട്ടികൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ അവരുടെ ബാഗ് ഒന്ന് നോക്കാം, അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാം. കാരണം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് നമ്മുടെ നാട്. മദ്യം, മയക്കുമരുന്ന്, മീൻസ് കഞ്ചാവ്, നാവിലെ പൊട്ടിക്കുന്ന ഒരു സിസ്, എന്താ ഗുളിക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് സുലഭമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ വിൽപ്പന നടക്കുന്നുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് വന്ന് താമസിക്കുന്നുണ്ട്. നമ്മൾ ഡെയിലി പത്രത്തിലൂടെയും ടി വിയിലൂടെയൊക്കെ നമ്മളിത് അറിയുന്നുണ്ട്. കഞ്ചാവ് കടത്തുന്നു, കഞ്ചാവ് വിൽക്കുന്നു, MDA പിടിക്കുന്നു, അങ്ങനെ കുറെ ലഹരി വസ്തുക്കളൊക്കെ ചെറുപ്പക്കാരുടെ കയ്യിൽ നിന്നും പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇത് ഒരുപാട് നടക്കാനും കുട്ടികൾക്ക് ഇത് ഉപയോഗിച്ച് ശീലിപ്പിക്കാനൊക്കെ ഒരുപാട് മാഫിയ ഇതിന്റെ പുറകിൽ വ്യക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഒരു എക്സൈസ് ഒക്കെ അതിന്റെ ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. എറണാകുളത്താണെങ്കിലും ആലുവയിലാണെങ്കിലും അന്യസംസ്ഥാന തൊഴിലാളികളും നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ സുലഭമായിട്ട് ഈ സാധനം വിറ്റഴിക്കുന്ന ഒരവസ്ഥ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ ചെന്നെത്തുന്നത് ഈ സ്കൂൾ വിദ്യാർത്ഥികളുടെ വക്കലാണ്. അവരാണ് ഏറ്റവും കൂടുതൽ, അവരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ സാധനം ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ വിൽപ്പന ചരക്കാക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ മക്കളെ സൂക്ഷിക്കുക, നമ്മൾ നമ്മുടെ മക്കളുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിൽ പോവാതിരിക്കുക. 5 പേര് 6 പേര് കൂട്ടുണ്ടെങ്കിൽ ഒരാൾ മാത്രം മതി മറ്റു കുട്ടികളെയും കൂടി വഴിതെറ്റിച്ച് കൊണ്ടുപോകാനായിട്ട്. നമ്മൾ വലിയൊരു എന്താ പറയാ, ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മീൻസ് ഇപ്പോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അതിന്റെ വ്യക്തമായിട്ടുള്ള കണക്ക് പല പ്രാവശ്യം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സ്കൂൾ തുറക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ അവര് എന്താ പറയാ, സോഷ്യൽ മീഡിയ വഴിയും പേപ്പർ വഴിയും ഒക്കെ ഇത് നമ്മളിലേക്ക്, ജനങ്ങളിലേക്ക്, സാധാരണക്കാരായ നമ്മളിലേക്ക് ഇതൊക്കെ അവര് വ്യക്തമായിട്ട് എത്തിക്കുന്നുണ്ട്. അപ്പൊ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞാൽ, മാക്സിമം നമ്മുടെ മക്കളെ കെയർ ചെയ്യുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ പോവുക, അവരെ ടീച്ചേഴ്സായിട്ട് സംസാരിക്കുക. പഠനത്തിൽ പുറകോട്ടാണെങ്കിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള ഉപദേശങ്ങൾ കൊടുക്കുക. ടീച്ചർമാരുടെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അല്ലെങ്കിൽ അവിടെ PTA, സ്കൂളുകൾ കേന്ദ്രീകരിച്ച് PTA ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ അടുത്തൊക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കാം. എന്തെങ്കിലും സംശയാസ്പദമായ രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഉടനെ നമുക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെടാം. പക്ഷേ ഇതെല്ലാം കണ്ണടച്ച് അയ്യോ എൻ്റെ മകനാണ് അല്ലെങ്കിൽ അയൽപക്കത്തെ കുട്ടിയാണ് ചെയ്തത്, അത് വേണ്ട 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 എന്ന് വിചാരിച്ചിരുന്നാൽ ഇതൊരു വലിയൊരു സംഭവത്തിലേക്ക് ഈ സംഭവം പോകും. അപ്പൊ മാക്സിമം നമ്മൾ പൊതുപ്രവർത്തകരാണെങ്കിലും നമ്മുടെ രക്ഷകർത്താക്കൾ, മക്കളുടെ രക്ഷകർത്താക്കൾ ആണെങ്കിലും ഇതിനെ തുടക്കം മുതലേ ഒരു തടയിട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ആലുവ റെയിൽവേ സ്റ്റേഷൻ, എറണാകുളം നോർത്ത്, സൗത്ത്, ഇതൊക്കെ കേന്ദ്രീകരിച്ചിട്ട് ഒരുപാട് പേരെ ഈ ലഹരി കടത്തുന്ന കേസിൽ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ചിലർ ഇതൊരു ബിസിനസ്സായിട്ട് എടുത്തിട്ട് എന്താ പറയാ, കാറിൽ, ഓട്ടോറിക്ഷയിൽ അല്ലെങ്കിൽ ബൈക്കിലൊക്കെ കൊണ്ടുനടന്നു. അങ്ങനെ ഒരുപാട് നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ അയൽവക്കത്തൊക്കെ നമ്മൾ പോലും അറിയില്ല. കാരണം പെട്ടെന്ന് ഒരു എക്സൈസ് വണ്ടിയോ അല്ലെങ്കിൽ ഒരു പോലീസ് വണ്ടി വന്ന് നിന്നിട്ട് പെട്ടെന്ന് ആ വീട് റെയ്ഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ അയ്യോ ദൈവം, ഇത് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായോ എന്ന് തന്നെ നമ്മൾ അറിയുന്നത്. നമ്മുടെ തൊട്ട് അയൽപക്കത്തായിരിക്കും ഇത് നടക്കുന്നത്, പക്ഷെ നമ്മൾ അപ്പോഴായിരിക്കുള്ളൂ ഈ സംഭവം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ ഒരു തടയിടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ നേർവഴിക്ക് നടത്താനും നല്ല രീതിയിൽ അവരെ കായിക വിനോദങ്ങളിൽ ഏർപ്പെടാനൊക്കെ വിടുക. അല്ലാണ്ട് ഫുൾ ടൈം പഠിക്കെന്നും പറഞ്ഞ് അവിടെ ഒരു മുറിയിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ അതൊരു ശരിയായ പ്രവണതയല്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ജോബില്, അതായത് ഫുട്ബോള്, ക്രിക്കറ്റ്, അല്ലെങ്കിൽ സംഗീതം, അല്ലെങ്കിൽ വല്ല ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ മക്കളെ വിടുക. പിന്നെ അതിലുപരിയായിട്ട് പഠിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് അവരുടെ അടുത്ത് പ്രത്യേകം പറയുക. അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ നിന്നും ഈ ഏറ്റവും വലിയ വിപത്ത്, അതായത് മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പന സ്കൂൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത നമ്മൾ നേരത്തെ തുടങ്ങി കണ്ടുവന്നുണ്ട്. സ്കൂൾ തലങ്ങളിൽ, കോളേജ് തലങ്ങളിലൊക്കെ ഇത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഉണ്ട്. ഇതിപ്പോ നമ്മളിങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം
ഏറ്റവും കൂടുതൽ നമ്മൾ എന്താ പറയാ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ ഇതെല്ലാം അറിയുന്നുണ്ട്. അപ്പോ ഇതിന്റെ ഉറവിടമൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ മാക്സിമം നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ പോലീസ് എക്സൈസ് അധികാരികള്, സർക്കാര്, അതിലുപരിയായിട്ട് നമ്മുടെ വാർഡ് തല പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിലാക്കി നമ്മുടെ രക്ഷകർത്താക്കൾ കുട്ടികളുടെ അടുത്ത് നല്ല ബോധവൽക്കരണങ്ങളൊക്കെ നടത്തി ഒരു ലഹരി മുക്ത കേരളം അല്ലെങ്കിൽ നമ്മുടെ ജില്ല അങ്ങനെ ആക്കി മാറ്റാൻ എല്ലാ മാതാപിതാക്കളും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും പ്രത്യേകം ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ മക്കളെ മാക്സിമം നമ്മുടെ കൈവിട്ട് പോവില്ല, നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് അകന്നു പോവില്ല, നല്ല രീതിയിലൊക്കെ ആക്കാൻ സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു.